ലൈംഗിക ചുവയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. ഒരു സാധാരണ ജീവനക്കാരൻ എന്ന നിലയിൽ KSRTC ഡ്രൈവർക്ക് അനുകൂലമായ ഒരു സഹതാപത്തിന്റെ തരംഗമാണ് ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ വീശിക്കൊണ്ടിരിക്കുന്നത്. മേയറുമായുള്ള തർക്കത്തിൽ ഡ്രൈവർ യദുവിന് വീഴ്ചയില്ലെന്നാണ് പ്രാഥമികാന്വേഷണത്തിൽ KSRTC കണ്ടെത്തിയത്. ആര്യ രാജേന്ദ്രന് പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ഡ്രൈവർ മേയർ തർക്കത്തിൽ ഇപ്പോൾ കോർപ്പറേഷനിൽ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. മേയർക്കെതിരെ കേസ് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവർ യദുവും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള പ്രശ്നം കേരളം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ അവഗണിക്കുന്നത് ശരിയല്ല. സൂപ്പർ ഫാസ്റ്റ് ബസ് അതിന്റെ സ്റ്റോപ്പിൽ നിർത്തിയാൽ പോലും വലതുവശത്ത് വലിയ സ്പേസ് നൽകാതെ അവർ നിർത്തുകയും പെട്ടെന്ന് തന്നെ ബസ് മുന്നോട്ടെടുക്കുകയും അങ്ങനെ പിന്നിലുള്ള ചെറിയ വാഹനങ്ങൾക്ക് കയറി പോകുവാനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പൊതുവെ ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവർമാരുടെ ഒരു ശൈലിയാണ്. വാഹനം മുന്നിലേക്ക് എടുത്തു. തൊട്ടു മുന്നിലുണ്ടായിരുന്ന 2 വാഹനങ്ങളിലും ഞങ്ങളുടെ വാഹനത്തെ തട്ടാൻ പോകുന്നത് പോലെ അദ്ദേഹം വളരെ ക്ലോസായി തന്നെ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെയും പ്രശ്നം ആരംഭിച്ചത് അവിടെ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ആര്യ രാജേന്ദ്രൻ കുടുംബസമേതം സഞ്ചരിച്ചിരുന്ന വാഹനം ഇതുപോലെ സൂപ്പർ ഫാസ്റ്റിനെ മറികടക്കുവാൻ ശ്രമിച്ചു കാണും. മറികടക്കുക എന്ന് പറയുമ്പോൾ സ്പീഡ് കുറയുകയും മറികടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന അവസരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് മാത്രവുമല്ല, കാറിനെ തട്ടുന്ന വിധത്തിലാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് മുന്നോട്ടെടുത്തത് എന്ന കാര്യം ഡ്രൈവർ യദുവും സമ്മതിച്ചിട്ടുണ്ട്. ഇടത്തെ വശത്തേക്കൊരു KSRTC ബസ് തട്ടാൻ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കും എന്നുള്ളത് നാം നീതിപൂർവം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് സമ്മതിക്കാതെ നിർവാഹമില്ല. മറികടക്കാൻ ശ്രമിക്കുകയും എന്നാൽ മറികടക്കാൻ അനുവദിക്കാതിരിക്കുകയും ഈ കാര്യം സംസാരിക്കുവാൻ KSRTC ബസ്സിനെ നിർത്താനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലായിരിക്കണം സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ മേയറും കൂട്ടരും അവിടെ വെച്ച് ബസ്സിനെ പിടികൂടിയത്. പക്ഷേ ഈ പിടികൂടിയ സാഹചര്യം തികച്ചും നിയമവിരുദ്ധമായ രീതിയിലായിരുന്നു സംഭവിച്ചത്. ഇനി ആംഗ്യം കാണിച്ച വിഷയം, ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്നാണ് ഇവിടെ മേയർ പരാതിപ്പെട്ടത്. അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. എന്ത് ആംഗ്യമാണ് കാണിച്ചത്? അത് യഥാർത്ഥത്തിൽ ലൈംഗിക ചുവയുള്ളതാണോ? ഇതൊക്കെയും കാണിച്ച ആംഗ്യം എന്താണെന്ന് പറയാത്തിടത്തോളം കാലം ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുവാനോ തീരുമാനമുണ്ടാക്കുവാനോ സാധ്യമല്ല. ഇനി കാണിച്ച ആംഗ്യം എന്താണെന്ന് അറിയാനുള്ള ഒരേ ഒരു വഴി CC ക്യാമറ പരിശോധിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ മെമ്മറി കാർഡ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് അതിന്റെ വസ്തുതകൾ യാഥാർത്ഥ്യം പരിശോധിക്കുവാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സ്ത്രീകളാണെന്ന പരിഗണന ഡ്രൈവർ യദു നൽകിയില്ല എന്നുള്ളതും ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഡ്രൈവർ മാന്യമായ രീതിയിലല്ല ആ സ്ത്രീകളോട് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് ഡ്രൈവർ നൽകിയ ന്യായീകരണവും ഒട്ടും സ്വീകാര്യമല്ല. തന്നോട് സംസാരിക്കുന്ന സ്ത്രീ മേയറാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിച്ചത് എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. സാധാരണ സ്ത്രീകളോട് അങ്ങനെ സംസാരിക്കാം എന്ന ഒരു ന്യായീകരണമാണ് ഡ്രൈവർ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് മേയറോട് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തു. പൊതുജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വാഹനത്തെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും അവരുടെ യാത്ര മുടക്കുകയും ഗതാഗത നിയമം ലംഘിക്കുകയും സീബ്ര ക്രോസിൽ കുറുകെ വാഹനമിടുകയും സിഗ്നൽ ചാലുവായ ആ സാഹചര്യത്തിൽ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ട്രാഫിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത ഈ നടപടിക്ക് പൊതുജനങ്ങളോട് ക്ഷമാപണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതാണ് ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മേയറോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.